കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്കൊരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കണ്ണു തുറന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. വിശ്വസിക്കാം, ഇത് ജീവിക്കുന്ന കർത്താവാണെന്ന്. ഇന്നോളം നിന്റെ ജീവിതത്തിൽ നിനക്ക് നീതി നടത്തി തന്ന കർത്താവ്, അനീതിയാണ് എന്ന് നിനക്ക് തോന്നിയ ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും ഭാവിയിൽ നീതിപൂർവമാക്കി തന്ന കർത്താവ്, നീതി മാത്രം പ്രവർത്തിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവ്, അനീതിയില്ലാത്ത ദൈവം ഇയാൾ ധാരയിലുണ്ട്. നിന്റെ അത്ഭുതകരമായ വഴികളിലൂടെ നീ നടത്തുന്നല്ലോ. അത് നിന്റെ സ്നേഹത്തിന്റെ വഴിയാണല്ലോ, നിന്റെ കാരുണ്യത്തിന്റെ വഴിയാണല്ലോ, നിന്റെ നീതിപൂർവകമായ വഴിയാണല്ലോ. ഒരുപക്ഷേ ഞങ്ങൾക്കത് ഏറ്റെടുക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഒത്തിരി ഭാരം സമ്മാനിക്കുന്ന വിഷയങ്ങൾ കൂടിയാകാം, ഞങ്ങൾ ഒത്തിരി വേദനിപ്പിക്കുന്ന ജീവിതത്തിന്റെ മേഖലകളാകാം. എങ്കിലും ദൈവമേ, നിന്റെ അനന്ത കാരുണ്യം, നീതിപൂർവം വിധിക്കുന്ന കർത്താവ്, നന്മ മാത്രം ചെയ്യുന്ന കർത്താവേ, നീ ഇന്നോളം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും, നീ ഇന്നോളം ഞങ്ങളെ നടത്തിയ എല്ലാ വഴികൾക്കും ദൈവം ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. മക്കളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സങ്കീർത്തകം പറഞ്ഞു കേട്ടെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിനക്ക് നന്ദി പറയും. അവിടത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായ ദൈവമേ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. എല്ലാം മറന്ന്, എല്ലാ മനസ്സിന്റെ വേദനകളും മറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? ദൈവത്തിന് നന്ദി പറഞ്ഞൊന്ന് ആരാധിച്ചാലോ? ആഹ്ലാദിച്ചുല്ലസിച്ച് അത്യുന്നതമായ ദൈവത്തിന്, അവന്റെ നാമത്തിന് സ്തോത്രം ആലപിച്ച് സങ്കീർത്തകനോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഇത് വലിയൊരു പ്രാർത്ഥനയാണ്. ഇത് വലിയൊരു പ്രാർത്ഥനയാണ്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വലിയൊരു പ്രാർത്ഥനയാണ്. കാരണം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് അതാണ്. ദൈവം എന്നെ നടത്തുന്നില്ലല്ലോ എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്നലകളിൽ നടത്തിയത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നവരാണ്. ദൈവം, നീ നിന്റെ സങ്കടങ്ങൾ കാണുന്നില്ലല്ലോ എന്നാണ് നമ്മൾ പലരും പറയുന്നത്. ഇന്നലകളിൽ എത്രമാത്രം സങ്കടങ്ങളുടെ നടുവിൽ ദൈവം നമ്മളെ കണ്ടതാ, കൈപിടിച്ചതാ. അതെന്തേ വിസ്മരിച്ചു കളഞ്ഞു? ഇന്നൊരു പ്രയാസവും തടസ്സവും പ്രതിസന്ധിയും നിന്റെ കൺമുമ്പിൽ വന്നപ്പോ ഇസ്രായേൽ ജനം പെറുപെറുത്തതുപോലെ പെറുപെറുക്കാൻ അല്ലല്ലോ ദൈവം ഇന്നലകളില് എത്രയോ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തത്. ഇതുപോലുള്ള പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും തളർന്നു പോകാതിരിക്കാനാ കർത്താവ് ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. നന്ദി പറയണ്ടേ? ഈശോയ്ക്ക് നന്ദി പറയണ്ടേ? കരങ്ങളെ രണ്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും നിങ്ങൾക്ക് എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം. പക്ഷേ ഈ നിമിഷങ്ങളിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. മക്കളെ, കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞോ? മക്കളെ ഓർത്ത് നന്ദി പറഞ്ഞോ? വരുമാന മാർഗങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞോ? നടത്തുന്ന വഴികളെ ഓർത്ത് നന്ദി പറഞ്ഞോ? നിനക്കറിയില്ലല്ലോ നിന്റെ ജീവിതം എങ്ങനെ പോകുന്നതെന്ന് പോലും. നീ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, അച്ഛാ, ദൈവം എങ്ങനെയൊക്കെയോ ആരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തോരം വഴികളിലൂടെ ദൈവം നടത്തുന്നത്, എത്രമാത്രം സാഹചര്യങ്ങളിലൂടെ, എത്രയോ വ്യക്തികളിലൂടെയൊക്കെ ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സ്നേഹത്തിനും കരുതലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയല്ലേ? ആ ദൈവ പ്രവൃത്തിക്ക്, ദൈവസ്നേഹത്തിന്, ദൈവം നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തിന്, ആ നീതിമാനായ ദൈവത്തിന് നന്ദി പറഞ്ഞൊന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിക്കണം. എല്ലാം മറന്ന് സ്തുതിക്കണം.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാഹചര്യം അനുവദിക്കുമെങ്കിൽ കരങ്ങളടിച്ച് കുടുംബമായും ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇരുന്നോ എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാവോ? നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ നിർത്തിയിടും ദയയാൽ ദയയാൽ നിത്യദയയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കരങ്ങളടിച്ച് കർത്താവേ, നീ നടത്തിയ വഴികളെ ഞങ്ങൾ ഓർക്കുന്നു. നീ കൈപിടിച്ച ജീവിതത്തിന്റെ ഇന്നലകളെ ഞങ്ങൾ ഓർക്കുന്നു. കഴുകൻ തന്റെ കുഞ്ഞിനെ കർത്താവെ വഹിച്ചതുപോലെ നീ ഞങ്ങളെ വഹിച്ചില്ലേ? കോഴി തന്റെ കുഞ്ഞിനെ മറച്ചു പിടിച്ചതുപോലെ നീ ഞങ്ങളെ മറച്ചു പിടിച്ചില്ലേ? ദൈവമേ, അതുപോലുള്ള അനുഭവങ്ങളിലെല്ലാം നീ ഞങ്ങളോട് ചേർന്ന് നിന്നില്ലേ? ഈശോയെ, നിനക്ക് നന്ദി. ഈശോയെ, നിന്റെ സ്നേഹ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, ആമേൻ. കഴുതൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെല്ലാ മക്കളും സ്തുതിക്കട്ടെ. മക്കളെ, നമ്മുടെ വൈഷമ്യ വേളകളില്, സങ്കടങ്ങളുടെ നാളുകളിൽ ദൈവം നമുക്കായി പ്രവർത്തിച്ചില്ലേ? നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ കരുതിയല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ദുർഘട നിമിഷങ്ങളിൽ അനേകരിലൂടെ ദൈവത്തിന്റെ സ്നേഹം അറിയാൻ, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ ദൈവം നമ്മളെ ഇടവരുത്തിയില്ലേ? ഓ ദൈവമേ, നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഓ ദൈവമേ, നിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്ന, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ കരുതുന്ന, വഴി നടത്തുന്ന ആനന്ദ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയേ, ഹല്ലേലൂയ. ഭയം കൂടാതെ എന്നെ നടത്തിയതാ, കരങ്ങളടിച്ച് വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാൽ, കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാൽ, ആമേൻ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാൽ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ കൃപയാൽ ദൈവ കൃപയാൽ, നിർത്തിയിടും ദയയാൽ ദയയാൽ
നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ, നിർത്തിയിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ, നിർത്തിയിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ കൃപയാൽ, നിർത്തിയിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, നിനക്കാരാധന. മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ തുറന്ന് യാചനാപൂർവം പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് പരിശീലിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ